കേരളത്തിലെ സർക്കാരിനെ ജനങ്ങൾ നിർത്തിപ്പൊരിക്കും. അതാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത്. ഗവൺമെന്റിന്റെ എല്ലാ ചെയ്തികളെയും ജനങ്ങൾ ചോദ്യം ചെയ്യാൻ ആ ചോദ്യം ചെയ്യുന്നതിനകത്ത് ഒരു പക്ഷേ CPM-കാർ പോലും ഉണ്ടാവും എന്നാണ് നമ്മൾ പറയേണ്ടത്. അതായത് വടകരയിലെ MP ആണ്, വടകരയിലെ MP ആണ്. അവിടുത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞാണ് ഇവിടേക്ക് വന്നത്. എന്താണ് അവിടുത്തെ സ്ഥിതി? ഇല്ല, വടകരയിലെ എൻ്റെ പര്യടനം ഒരു പഞ്ചായത്ത് കൂത്തുപറമ്പ് മേഖലയിലെ ഒരു പ്രവർത്തകർ UDF അനുഭാവികളെല്ലാം തന്നെ ഷാഫി പറമ്പിലിനെ കാണാൻ ഈ വഴിയരികിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരെ അഭിവാദ്യം ചെയ്യുകയാണ് ഷാഫി പറമ്പിൽ MP. നമുക്കറിയാം വടകരയിൽ നിന്നുള്ള MP ആണ് ഷാഫി പറമ്പിൽ. പക്ഷേ അദ്ദേഹം അവിടുത്തെ പരിപാടികളിൽ നേരത്തെ സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഈ കൊട്ടിക്കലാശ സമയത്ത് ഈ നഗരം കേന്ദ്രീകരിച്ച്, കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ വടകരയിൽ എന്താണ് സ്ഥിതി? ഇത്തവണ അവിടുത്തെ MP ആണ്, അവിടുത്തെ സ്ഥിതി എന്താ? ഇന്നലത്തെയും ഇന്നത്തെയും എൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്ത UDF ജില്ലാ കമ്മിറ്റിയാണ്. അപ്പോൾ UDF ജില്ലാ നേതൃത്വം പറയുന്നിടത്താണ് പ്രചരണം നടത്തുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ റോഡ് ഷോ സത്യം പറഞ്ഞാൽ മിസ്സായിപ്പോയി. വടകരയിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായിപ്പോയി. പിന്നെ കാരശ്ശേരി കൂടെ കഴിഞ്ഞപ്പോൾ 12:30 ആയിപ്പോയി. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു ഇന്ന് സമയത്ത് എത്തണം എന്നുള്ളത്. ഞാൻ വടകരയുടെ MP ആണ്, KPCCയുടെ ചുമതലയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളുടെ ചുമതലയുണ്ട്. ഇന്ന് കാലത്ത് 7 മണിക്ക് പയ്യോളി, അത് കഴിഞ്ഞ് നേരെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ന് വളയം, അത് കഴിഞ്ഞ് പുറമേരി, അത് കഴിഞ്ഞ് ഇന്ന് പിന്നെ അഴിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. പല സ്ഥലങ്ങളിൽ കവർ ചെയ്തു. എന്താണ് പൊതുവായിട്ടുള്ള ട്രെൻഡ്? UDF-ന് അനുകൂലമായ ട്രെൻഡ്? ഗ്രൗണ്ടിലെ UDF-ന്റെ ട്രെൻഡാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഗ്രൗണ്ട് UDF-ന്റെ ട്രെൻഡാണ്. ഞാനിപ്പം കണ്ണൂർ ജില്ലകളിലൊക്കെ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പോയിരുന്നു, കൊല്ലത്ത് പോയിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. പ്രവർത്തകരും വളരെ ലൈവാണ്, ആളുകളുടെ റെസ്പോൺസും വളരെ പോസിറ്റീവാണ്. ഞങ്ങൾക്ക് അനുകൂലമായൊരു മനസ്ഥിതി ജനങ്ങൾക്കിടയിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് അനുകൂലമാണ്. ഒരു ലോക്കൽ ബോഡി അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെയോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെയൊന്നും അല്ല. എങ്കിൽ പോലും പൊതുവെ കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ്.